Hey guys, welcome to Real Gaffer Talks. പ്രകമ്പനം കണ്ടു ഗൈസ്. കുറെ നാളായിട്ട് ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. തിയേറ്ററിൽ നല്ല ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രകമ്പനം മൂവി അവസാനമായിട്ടാണ് ഞാൻ കണ്ടത്. ഇറ്റ്സ് എ ഹൊറർ കോമഡി മൂവിയാണ്. വിജീഷ് സംവിധാനം ചെയ്ത് ശ്രീരി വടക്കൻ റൈറ്റ് ചെയ്ത സിനിമ പ്രകമ്പനം. വിജീഷിന്റെ മുന്നത്തെ പടം എന്നൊക്കെ പറഞ്ഞാൽ നദികളിൽ സുന്ദരി യമുന, ധ്യാൻ ശ്രീനിവാസനെയൊക്കെ വെച്ച് ചെയ്ത പടം. അത് വളരെ വലിയ ക്ലിക്കായൊന്നുമില്ല എനിക്ക്. പക്ഷെ അന്ന് ഈ പടം ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ക്ലിക്കായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുള്ളി ചെയ്ത ഒരു സിനിമയാണ് ഇത്. സോ ഓവറോൾ ഇതൊരു ഒരു മൊത്തത്തിൽ ഒരു കളറാക്കി ഇവർ ചെയ്തിട്ടുണ്ട്. ഒരു കോളേജ് അറ്റ്മോസ്ഫിയറും അല്ലാതെ കുറേ ഹൊറർ കോമഡിയൊക്കെ കുത്തി നിറച്ചുള്ള ഒരു പരിപാടിയാണ്. അൽ അമീൻ, സാഗർ സൂര്യ, ഗണപതി ഒക്കെ ലീഡ് റോളിലെത്തുന്ന ഒരു സിനിമയാണ് നമ്മുടെ പ്രകമ്പനം. ഒപ്പം മല്ലിക സുകുമാരൻ, അസീസ് നെടുമങ്ങാട്, പ്രശാന്ത്, പിന്നെ കലാഭവൻ നവാസ്. നമുക്ക് പെട്ടെന്ന് കലാഭവൻ നവാസിൻ്റെ അവസാന ടൈമിലുണ്ടായിരുന്ന ഒരു സിനിമയും കൂടെയാണ് ഈ സിനിമ. എനിക്ക് ഒന്ന് രണ്ട് പടങ്ങൾ പുള്ളി അഭിനയിച്ചിരുന്നു. എനിക്ക് ഈ പടമാണ് എനിക്ക് കാണാൻ പറ്റിയത്. പണ്ട് പെട്ടെന്ന് ഞാൻ ഇപ്പോൾ കലാഭവൻ നവാസിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് ഒത്തിരി സിനിമകളിൽ ലീഡ് റോളുകളിലും ഒത്തിരി ഹ്യൂമർ ക്യാരക്ടേഴ്സൊക്കെ അഭിനയിച്ച ഒരു കക്ഷിയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടെയും ഒത്തിരി അധികം ഒരു പോപ്പുലാരിറ്റിയിലൂടെയും ഒന്നും പോയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ചബിൾ ആയിട്ടുള്ളൊരു നടനായിട്ട് പോയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടനെ എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല എന്നൊരു ഇതുണ്ട്. എനിവേ ഇതിനകത്ത് ഒരു നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളും അവരുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ പറയാം. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്ന സാഗർ സൂര്യ, ഗണപതി ആൻഡ് അൽ അമീൻ. ഇവർ മൂന്നര ഒരു കോംബോ പാക്കാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാഗർ സൂര്യ പണിക്ക് ശേഷം നല്ലൊരു കിടിലം കഥാപാത്രമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു 2 ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനൊപ്പം അൽ അമീൻ്റെ സപ്പോർട്ടും ഗണപതിയിലേക്ക് ഒരു കോമ്പിനേഷനും ഒക്കെ വന്നപ്പോൾ അവരൊരു സീനൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇതിനകത്ത് കുറേ അല്ലാതെയും കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. ടാർസനൊക്കെ ഐ എം സൂപ്പർ ഹീറോയിലൊക്കെ വന്ന പല റീൽസിലൂടെയൊക്കെ നമ്മൾ കണ്ട പുള്ളി അധികം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് സീനുകളൊക്കെ ആയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ടും ഒക്കെ ഒക്കെയാണ് ഇതിനകത്ത് അഭിനയിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പ്രശാന്ത് മൂപ്പര് കിട്ടുന്ന ഒരു ആക്ടറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരുഷപ്രേതത്തിൽ ഒരു കിടിലൻ റോൾ ചെയ്തിട്ടുണ്ട്. ആ മൂപ്പരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അസീസ് നെടുമങ്ങാട് ഒരു കണ്ണൂർ സ്ലാങ് ഒക്കെ വച്ചിട്ട് ഒരു കസറത്ത് അടിച്ച് ചെയ്യുന്നൊരു പടം കൂടിയാണ്. അപ്പോൾ പുള്ളിയുടെയും കുറേ നർമ്മപ്രധാനമായിട്ടുള്ള കുറേ മസിൽ പിടിച്ചുള്ളയും അങ്ങനത്തെ കുറേ നിമിഷങ്ങളുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നായിക പ്രാധാന്യം ഇല്ലാത്തൊരു സിനിമയാണ്. ശീതളാണ് ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. വലിയ നായിക പ്രാധാന്യമൊന്നും ഇല്ലാത്തൊരു പടമാണ്. ഒപ്പം ഇങ്ങനെ ഇവരെ ഗ്യാങ്ങിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളിലൂടെ പോയി ഇവരെ കൂടത്തങ്ങ് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നായിക എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളൊരു നായിക, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ നായിക പ്രാധാന്യമുള്ള സിനിമയല്ല. പിന്നെ ഇതിനകത്ത് വരുന്ന ക്ലൈമാക്സ് പോർഷനിൽ കുറച്ച് സീനിലൊക്കെ വരുന്ന നമ്മളെ രാജേഷ് മാധവിൻ്റെ ഒരു വ്യത്യസ്ത കഥാപാത്രമാണ്. പക്ഷേ ഭയങ്കരമായിട്ട് എനിക്കൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. മറ്റേ ഞെരിപിരി കൊള്ളാനൊന്നും ഒരു സംഭവങ്ങളൊന്നുമില്ല. പുള്ളി അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഡയറക്ഷൻ പുള്ളി നദികൾ സുന്ദരി യമുന എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ചെയ്തൊരു സിനിമയാണിത്. കുഴപ്പമില്ലാത്തില്ല, അതിന്നും മെച്ചമായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിനിമോട്ടോഗ്രഫി, ഇതിൻ്റെ ആർട്ട് ഡയറക്ഷനുമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. സുഹാസ് കരുണാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ. പുള്ളി അത്യാവശ്യം കുറേ പടങ്ങളൊക്കെ നല്ല ചെയ്തിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ അത്യാവശ്യം ആർട്ട് ഡയറക്ഷൻ സെൻസൊക്കെ ഇതിനകത്ത് നല്ലവണ്ണം വർക്കൗട്ടായിട്ടുണ്ട്. അതോടൊപ്പം സിനിമോട്ടോഗ്രഫിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഫ്രെയിമുകൾ, നല്ല ലൈറ്റപ്പ് ചെയ്ത് നല്ല ഫ്രെയിമുകൾ കുറേ ഇടത്ത് വന്നിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കുറേ അത്യാവശ്യം നല്ല കോളേജിൽ അല്ലാത്ത കുറേ സീനുകളൊക്കെ അടിപൊളി, നല്ല ലൈറ്റിങ്ങിൽ, നൈറ്റ് സീക്വൻസ്, എസ്പെഷ്യലി നൈറ്റ് സീക്വൻസ്
എനിക്ക് പെട്ടെന്ന് ആർട്ട് ഡയറക്ഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒന്ന് കോളേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ അത്യാവശ്യം ആർട്ട് ഡയറക്ഷനും ആ ടെക്സ്ചേഴ്സും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനൊപ്പം രാജേഷ് മാധവ് വരുന്ന ഒരു ഒരു സീനുണ്ട്. ആ സീനിൽ അത്യാവശ്യം അവർ സെറ്റ് ഇട്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ സീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീരി വടക്കൻ, പുള്ളി എനിക്ക് വലിയ ഒരു ത്രില്ലിങ്ങോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫണ്ണോ നിറച്ചൊരു സിനിമയൊന്നും അല്ല. ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ്. ഫണ്ണൊന്നും പല കോമഡികളും നമുക്ക് പൊട്ടിച്ചിരിക്കാനായിട്ടുള്ള ഭയങ്കര കോമഡികളൊന്നുമില്ല, എന്നിരുന്നാലും ചുമ്മാ കണ്ടിരിക്കാം. പക്ഷെ ഇതിൻ്റെ കഥ പോയിരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എൻഗേജിങ് അല്ല, നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ പ്രഡിക്റ്റബിൾ ആണ്. അതിനുള്ള പോയിന്റ്സുകളൊക്കെ അതിനുള്ള പല ഏരിയാസിലും നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ എനിക്ക് ക്ലൈമാക്സ് ഒക്കെ ഇവർ കുത്തി നിറച്ചതും കാര്യങ്ങളൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. എക്സ്പെഷ്യലി നിങ്ങൾക്ക് ഓൾറെഡി ഇത് പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവും, ഇതൊരു ഹൊറർ കോമഡി ആണല്ലോ. അപ്പം ഇതിനകത്തുള്ളൊരു പ്രേതത്തിൻ്റെയൊക്കെ ഒരു മോട്ടീവ് ലാസ്റ്റ് അതിലോട്ട് അടുക്കുമ്പം ഇതിനായിരുന്നു ഈ പ്രേതത്തിൻ്റെ മോട്ടീവ് ഇതായിരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സങ്കടം തോന്നും ഗൈസ്. സത്യം സങ്കടമുണ്ട്. വേറെ ഒന്നുമല്ല, സ്ക്രിപ്റ്റ് ഒന്നും കൂടെ വേണമെങ്കിൽ അയാൾക്ക് ഒന്നും കൂടെ ആ പേപ്പർ കീറി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ റൈറ്റ് ചെയ്തതായിരുന്നു. ഓക്കെ, എനിവേ സിനിമ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പരിപാടികൾ. പിന്നെ ഇതിൻ്റെ ഒരു ബേസിക് കഥ എന്ന് പറഞ്ഞാൽ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു തറവാട്, അവിടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ചു പോകുന്ന ഒരു അമ്മൂമ്മ, അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു മരണത്തിനൊടുവിൽ ഈ പിതൃകർമ്മങ്ങളൊന്നും ചെയ്യാൻ തയ്യാറെടുക്കാത്ത മക്കൾ, അവരൊരു പാർട്ടി അനുഭവി ആയതുകൊണ്ട് തന്നെ പിതൃകർമ്മങ്ങളൊന്നും ചെയ്യാൻ താല്പര്യം കാണിച്ചില്ല. അപ്പം ആത്മാവ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അവിടെ നിന്നുണ്ടാകുന്ന കുറേ സംഭവവികാസങ്ങളുമാണ് സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ത്രെഡ് എന്ന് പറഞ്ഞാൽ. അവിടെ നിന്ന് കുറേ കോളേജിലോട്ട് പോകലും കോളേജ് ക്യാമ്പസിലൂടെ ഒക്കെ പോയി കുറേ തമാശകളും കുറച്ച് സിറ്റുവേഷണൽ ഹ്യൂമറും പൊളിറ്റിക്കൽ സറ്റയറും റിലീജിയസ് സറ്റയറും ഒക്കെ കുത്തി ഇറച്ച് ഒരു കോമഡിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് അധികം അങ്ങോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടൊന്നുമില്ല ഗൈസ്. ഒത്തിരി രോമാഞ്ചത്തിനെയൊക്കെ കമ്പയർ ചെയ്ത് ആൾക്കാരൊക്കെ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പം രോമാഞ്ചനത്തിനെയൊക്കെ കമ്പയർ ചെയ്ത് പറയത്തക്ക ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല, ഉള്ള പറയാമല്ലോ. അത് എന്തിനാണ് അവരങ്ങനെ പറയുന്നതെന്ന് അതൊക്കെ മേ ബി അവർ പറയുന്ന ആൾക്കാരുടെ ഇഷ്ടം. പക്ഷെ എനിക്ക് പറയാനുള്ളത് രോമാഞ്ചത്തിൻ്റെ അത്രയൊന്നും സ്ക്രിപ്റ്റിലൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതേപോലെ സിനിമോട്ടോഗ്രഫിയുടെയും ആർട്ട് ഡയറക്ഷൻ്റെയും മൊത്തത്തിലുള്ള ഒരു ഡയറക്ഷൻ്റെയും ഒക്കെ പച്ചപ്പിൽ ആ സ്ക്രിപ്റ്റ് താങ്ങിക്കൊണ്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, സ്ക്രിപ്റ്റിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര രോമാഞ്ചത്തെ പോലെ, നമുക്ക് രോമാഞ്ചം എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കണക്റ്റീവ് ആവാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് മേ ബി ഇന്നത്തെ യൂത്തിന് കുറച്ച് കോളേജ് ലൈഫൊക്കെ കുറച്ച് കണക്റ്റീവ് ആവുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണുമായിരിക്കാം. മേ ബി അതുകൊണ്ട് കുറേ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ കൂടുതൽ യങ്സ്റ്റേഴ്സാണ് പോയി സിനിമ കാണാൻ വേണ്ടി ലാസ്റ്റ് സമയം കൂടെ രാത്രിയൊക്കെ യങ്സ്റ്റേഴ്സ് ഒത്തിരി പേര് സിനിമ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതിന് കോമ്പറ്റീറ്ററായിട്ട് ഇപ്പോൾ നല്ല മൂവികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രകമ്പനത്തിന് ഒരു അനുകൂല സമയം തന്നെന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി പേര് ഞാൻ പ്രകമ്പനം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ചില ആൾക്കാർ പറയും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം, കുറച്ച് ലാഗുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്, കോമഡി പടമാണ് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം. ചിലർ ഫസ്റ്റ് ഹാഫ് കുറേ ലാഗുണ്ട്, ഇനി OTT വരുമ്പോൾ ആദ്യത്തെ 30 മിനിറ്റ്സ് നിങ്ങൾ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ലാഗും കാര്യങ്ങളും ഉണ്ട്. അതായത് ഈ കാര്യത്തിലൂടെ അടുക്കാൻ വേണ്ടി സ്ക്രിപ്റ്റിലേക്ക് കുത്തിത്തിരിയുക കുറേ കോമഡിയും സിറ്റുവേഷൻസും കാര്യവും കാരണം ഈ കാര്യം വളരെ നിസ്സാരമായതുകൊണ്ട് അതിലോട്ട് അടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറേയൊക്കെ ബോറടിക്കും, എൻഗേജിങ് അല്ല. അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ്, എനിക്ക് ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് ഒരു 5.5 ഔട്ട് ഓഫ് 10. എനിക്ക് 5.5 ഒക്കെ എനിക്ക് കൊടുക്കാൻ എനിക്ക് തോന്നുള്ളൂ. ഒരു മോഡറേറ്റ് മൂവി, അല്ലാതെ എനിക്ക് ഭയങ്കര കിടിലം പടമെന്നൊന്നും പറയാനില്ല.
മേ ബി പുതിയ യങ്സ്റ്റേഴ്സിന് ചിലപ്പോൾ ഇതിൻ്റെ കോമഡിയും ഫൺ എലമെൻസും ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. അത് അങ്ങനെ എനിക്ക് കണക്റ്റീവ് ആയില്ല. സോ ഗൈസ്, പറയത്തക്ക ഭയങ്കര തള്ളുകളൊന്നും ഇല്ലാതെ പോയി തിയേറ്ററിൽ ഇനി പടം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മേ ബി പ്രകമ്പനമൊക്കെ തിയേറ്ററിൽ കാണും. പോയി വേണമെങ്കിൽ ഒരു സാറ്റർഡേയോ സൺഡേ ഒക്കെ സമയം ഉണ്ടെങ്കിൽ പോയി കണ്ടിരിക്കാം. ഇല്ലെങ്കിൽ OTT ഉടനെ വരും. OTT കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയൂ. പിന്നെ ഇത്രയും ഒത്തിരി ഇതിൻ്റെ കുറേ പോർഷൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ നിരാശപ്പെടുത്തുന്നില്ല. നിങ്ങൾ ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു മൂവി, അത്രേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, ഇത്ര എനിക്ക് പറയാനുള്ളൂ. പ്രകമ്പനം കൊള്ളിച്ചോ? നിങ്ങൾ തന്നെ പറയൂ ഗായ്സ്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് റിയൽ ഗാഫർ.